ശ്രീ നൗഷാദ്, വേഷത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു എന്ന ഒരു ആഖ്യാനം ഈ വിവാദത്തിന് കൊടുക്കേണ്ടതുണ്ടോ? നോക്കൂ, നേരത്തെ ഇവിടെ ഡോക്ടർ ടി പി സെൻകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ബോധപൂർവം മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കുക. കാരണം 8ാം ക്ലാസ്സിൽ ചേർന്ന ഈ പെൺകുട്ടിക്ക് ആദ്യ ദിവസങ്ങളിലൊന്നും ഹിജാബ് ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഹിജാബ് ധരിച്ചെത്തിയപ്പോൾ സ്കൂൾ അധികൃതർ കൃത്യമായ ആ കുട്ടിയോട് പറഞ്ഞു, സ്കൂൾ യൂണിഫോം മാത്രമേ പാടുള്ളൂ. യെസ്, അവിടെ ഈ കുട്ടി മാത്രമല്ല, മുസ്ലിം പെൺകുട്ടി, മറ്റ് മുസ്ലിം പെൺകുട്ടികളുമുണ്ട്. അവരൊക്കെ യൂണിഫോം ഇട്ടാണ് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഹിജാബ് ധരിക്കണമെന്ന വാശി പിടിക്കുന്നു? ആ പെൺകുട്ടിയുടെ വാശിയായിരിക്കില്ല, ഒരുപക്ഷെ മാതാപിതാക്കളുടെ വാശി പോലുമായിരിക്കില്ല. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട SDPI പോലുള്ള മത തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. നോക്കൂ, ഭരണഘടനയിൽ വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ ഹൈക്കോടതി വിധിയുണ്ട്. 2018 മുഹമ്മദ് മുഷ്താഖ്, 2018 ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ കേസിൽ കൃത്യമായിട്ടുള്ള വിധി പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വലിൻ്റെ താല്പര്യമല്ല അവിടെ സംരക്ഷിക്കേണ്ടത്, അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത്. ഇങ്ങനെയൊരു വിഷയത്തിൽ അവിടെയും ഹിജാബായിരുന്നു വിഷയം. അപ്പോൾ നോക്കൂ, കൃത്യമായിട്ട് ഹൈക്കോടതി വിധിയുണ്ട്. അതനുസരിച്ച് സ്കൂളിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതുന്നതിന് പകരം ഇങ്ങനെ ഒരു പിടിവാശിയുടെ പശ്ചാത്തലം എന്താണ്? നമസ്കാരം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. പറയാനുള്ള സമയവും അവസരവും തരണം. അതൊരു പ്രതിപക്ഷ ബഹുമാനമായി കാണണം. ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട സെൻകുമാർ ഒരു വലിയ പ്രസംഗം നടത്തിയിട്ട് അവസാനിപ്പിച്ചതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ സെൻകുമാർ എന്ന് പറയുന്ന മുൻ DGPയുടെ ആ പ്രസംഗം കേട്ടപ്പോൾ, പ്രസംഗം എന്ന വാക്കാണ് എനിക്ക് ഉപയോഗിക്കാൻ തോന്നുന്നത്, പ്രസംഗം കേട്ടപ്പോൾ ഒരു തീവ്ര ഹിന്ദു വർഗീയവാദി നടത്തുന്ന ഒരു കവലപ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം DGP എന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് മേധാവിയായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കീഴിലായിരുന്നല്ലോ കേരളം കുറച്ചുനാൾ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം ഹിജാബ് ധരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മുസ്ലിം ഭീകരത അല്ലെങ്കിൽ മുസ്ലിം വർഗീയത ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കുക. അദ്ദേഹം വായിച്ച അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ എന്തെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്നും യാഥാർത്ഥ്യമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയ അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചോ? ഈ മുഖംമൂടി ധരിക്കുന്ന കാലം അവസാനിപ്പിക്കാൻ അധികം വർഷമില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറുന്നു, ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു വിലയും സ്ഥാനവും നൽകുന്നില്ല എന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. അത് പുള്ളി പറഞ്ഞു വെച്ചതിൻ്റെ ഒരു അടിസ്ഥാനം അതാണ്. പക്ഷേ ഞാൻ പറയുന്നു, നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഹിജാബ് വിഷയമാണ്. ഹിജാബുമായി ബന്ധപ്പെട്ട സംഭവമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പഴമൊഴിയാണ്. അരിയത്തര എന്ന് പറയുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു പഴമൊഴിയാണ് ഇവിടെ. നമ്മുടെ ചർച്ചയുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത കാര്യമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുകയും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് സർക്കാർ. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാതെ ഭരണഘടനാ വിരുദ്ധമായി ഭരണം നടത്തുന്ന ഒരു കേന്ദ്ര സംവിധാനത്തിൻ്റെ വ്യക്താവായി വന്നിരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ ഇതിന് കൃത്യമായി മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും. പറയട്ടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വളരെ കൃത്യമായി അവരുടെ മതം
അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശം ഒരാളുടെയും ഔദാര്യമല്ല, ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ്. സിഖുകാരന് തലപ്പാവ് വെക്കാം, ക്രൈസ്തവ സന്യാസി സമൂഹത്തിന് തലമറയ്ക്കാം, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് തലമറയ്ക്കാൻ പാടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഹിജാബ് എന്ന് പറയുന്നൊരു വാക്കാണ്. സാധാരണ നമ്മൾ ഇവിടെ മുൻകാലങ്ങളിൽ ചർച്ച വരുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം അറബി വാക്കുകളെ കോട്ട് ചെയ്തുകൊണ്ടാണ്. ഈ അറബി വാക്ക് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഇതെന്തോ ഭീകരമായ ഒരു വാക്കാണെന്നുള്ളതാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ ശിരോവസ്ത്രം ധരിക്കാൻ അവകാശം റിലീജിയസ് എസൻഷ്യാലിറ്റി ആണോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അനുശാസിക്കുന്നുണ്ടോ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ ഹിജാബ് ധരിക്കണം എന്ന് മതം അനുശാസിക്കുന്നുണ്ടോ? മിസ്റ്റർ അനിൽ നമ്പ്യാർ, താങ്കൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ മറയ്ക്കുന്നത് ലജ്ജയുടെയും മാന്യതയുടെയും ഫലമായിട്ടാണ്. ഒരു സ്ത്രീ തലമറയ്ക്കുന്നത് അവളുടെ മാന്യതയാണ്. അവിടെ ലജ്ജ ഉള്ളതുകൊണ്ട്, മാന്യത ഉള്ളതുകൊണ്ടാണ് നാം തലമുടി മറയ്ക്കുന്നത്. എല്ലാവർക്കും മറയ്ക്കുക എന്ന് വെച്ച് മുഖം മുഴുക്കം മറച്ചു കിടക്കുകയല്ലോ. തല മറയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ക്രൈസ്തവ സമുദായത്തിലെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ കെവിൻ കീറി ഇരിപ്പുണ്ട്. കെവിൻ പറയട്ടെ, അവർക്ക് പോലും തലമുടി മറയ്ക്കാം. ഇത് മുസ്ലിമായ ഒരു വിദ്യാർത്ഥി നിങ്ങൾ ഇടയ്ക്ക് കയറി പറയാതെ, മുസ്ലിമായ ഒരു വിദ്യാർത്ഥി തല മറച്ചു എന്ന് പറഞ്ഞാൽ മതപരമായ ഒരു കാഴ്ചപ്പാട് അതിനകത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ആ മതപരമായ യാഥാർത്ഥ്യങ്ങളെ അനുസരിക്കാൻ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ പൗരനായ ഒരു പെൺകുട്ടിക്ക് അതിന് അവകാശമുണ്ട്. ആ അവകാശം ഇന്ത്യ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അപ്പോൾ തലമുറയ്ക്കാം. പക്ഷേ മുസ്ലിങ്ങൾ മാത്രം തലമുറയ്ക്കും. ഹൈക്കോടതി എന്താണ്? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്റെ മതം അനുശാസിക്കുന്ന വേഷവിധാനവുമായിട്ട് വരണമെന്ന് ഏതെങ്കിലും ഒരു കുട്ടി ആഗ്രഹിച്ചാൽ അത് നടക്കില്ല. കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഹൈക്കോടതി ഉത്തരവിന് നിങ്ങൾ പുല്ലുവിലയാണോ കൽപ്പിക്കുന്നത്? നൗഷാദ് ആണോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബഹുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുസരിച്ച് പ്രവർത്തിക്കണം. പക്ഷേ ഹൈക്കോടതിയിലും മേളിൽ സുപ്രീം കോടതിയും ഇന്ത്യൻ ഭരണഘടനയും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വിധി നിങ്ങൾ അത് വളച്ചൊടിച്ചാണ് പറയുന്നത്. ഒരിക്കലും അത് ശരിയല്ല. കാരണം എവിടെയും നിങ്ങൾ ചുമ്മാ മണ്ടത്തരം വിളിച്ചു പറയാതെ ഭരണഘടനയെ ഹൈക്കോടതി ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണോ താങ്കൾ മനസ്സിലാക്കേണ്ടത്? മുസ്ലിം സമുദായത്തിലെ ആരെയെങ്കിലും ജനൻ ടി വി വിളിച്ചു വരുത്തിയിട്ട് മണ്ടത്തരം പറയാന്ന് പറയുക, നിങ്ങൾ മാത്രം കൃത്യത പറയുക. എന്തൊരു കഷ്ടമായത്, എന്തൊരു കഷ്ടം, അനീതിയായി കാണിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം താങ്കളുടെ മുന്നിൽ വെക്കുന്നു. ഹൈക്കോടതി 2018 ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ വിധിയാണ് സാർ. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ആ മുഹമ്മദ് മുഷ്താഖിന് നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ നീതിയിൽ അധിഷ്ഠിതമായി ആ ന്യായാധിപൻ പ്രവർത്തിച്ചതാണോ നിങ്ങളെ വേദനിപ്പിക്കുന്നത്? ആണോ? അല്ലെ അദ്ദേഹത്തിന് ഭരണഘടനയെ കുറിച്ചൊരു ചുണ്ണാമ്പോ അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷേ ഹൈക്കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് കേരള സർക്കാർ പറഞ്ഞത്. മതപരമായ വസ്ത്രം ധരിക്കുന്നതിൽ ഒരു സ്കൂളിനും വിവേചനമില്ല. ഇവിടെ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇത് ധരിച്ചത് കൊണ്ട് മാത്രമേ ഉള്ളൂ. അതേസമയം NSSന്റെ ഏതെങ്കിലും സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ ഹിന്ദു സ്ഥാപനങ്ങളിലോ ഒരു കന്യാസ്ത്രീ ആയിരിക്കുന്ന ഒരു സഹോദരി അവരുടെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ പ്രശ്നമില്ല. അങ്ങനെയൊന്നും പ്രശ്നമില്ല. പക്ഷേ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രമാണ് ഇത്തരം ചർച്ച വരുന്നത്. സ്കൂളിൽ അങ്ങനെയല്ല.
നിങ്ങളോട് ഒരു പറഞ്ഞിട്ട് അധ്യാപിക കാര്യമില്ല. കാരണം ഒരു അധ്യാപികയ്ക്ക് നിങ്ങൾ എന്താ ഒരു പറയുന്നത്? മുസ്ലിം സ്ത്രീക്ക് ഒരു മുസ്ലിം വനിതയ്ക്ക് കേരളത്തിലെ ധരിച്ച് വിദ്യാഭ്യാസ അവർക്ക് നിയമം ക്ലാസ്സിൽ ഒന്നേ പഠിപ്പിക്കാം, ഉള്ളൂ. ആരും എതിർക്കുന്നൊന്നുമില്ല. വിദ്യാഭ്യാസ ഡയറക്ടർ പക്ഷേ പറഞ്ഞു. ഇത് ഒരു വിദ്യാലയമാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അവിടെ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം അതെല്ലാവരും അംഗീകരിക്കണം, ആ യൂണിഫോം ധരിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു വേഷവിധാനം പാടില്ല എന്ന് ഞാൻ ഈ ചെയറിലിരുന്ന് ഞാനല്ല ഇത് പറയുന്നത്. ഹൈക്കോടതി ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള 2 വിഷയങ്ങൾ, ഹിജാബുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങളിലും ഹൈക്കോടതി ആ നിലപാടാണ് എടുത്തത്. താങ്കൾ നേരത്തെ സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞു. സുപ്രീം കോടതി പോയപ്പോൾ ഇതേ നിലപാട് തന്നെയാണ് എടുത്തത്. ഉടുപ്പിയിൽ ഒരു ക്യാമ്പസിലുള്ള സംഭവങ്ങളൊക്കെ താങ്കൾക്ക് അറിയാലോ. അപ്പോൾ മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കുക, അതിനപ്പുറത്തേക്ക് ഹിജാബ് ധരിച്ചു പോകുന്നത് മതപരമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിട്ടാണ്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയായിട്ടാണ് ഞങ്ങൾ ഹിജാബ് ധരിക്കുന്നത് എന്നാവർത്തിച്ച് പറയുന്നത്, അത് മണ്ടത്തരമായിട്ട് മാത്രമേ എനിക്ക് കാണാനാവൂ.